إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ള വലിയൊരു പരീക്ഷണത്തിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഏതെങ്കിലും ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു നാടിനെയോ ഏതെങ്കിലും ഒരു രാജ്യത്തെയോ മാത്രമല്ല, ലോകത്താകമാനം എല്ലായിടങ്ങളിലും ബാധിച്ചിരിക്കുന്ന വലിയൊരു പരീക്ഷണമാണ് കൊറോണ എന്ന് ഇന്ന് പറയപ്പെടുന്ന ഒരു രോഗം. നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല എത്ര മഹത്വമുള്ളവനാണ്, എത്ര ഉന്നതനാണ് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ നാടുകളിൽ പല വ്യാജ ദൈവങ്ങളും ആൾദൈവങ്ങളുമൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ധാരാളക്കണക്കിന് ആളുകൾ തങ്ങളുടെ പ്രയാസങ്ങളൊക്കെ പരിഹരിക്കാൻ പോകുന്ന ആൾദൈവങ്ങളെല്ലാം എല്ലാവരും ഈ ഒരു വൈറസിനെ പേടിച്ച് ഒരു മൂലയിലിരിക്കുന്ന ഒരവസ്ഥയാണ്. ജനങ്ങൾ പല ആളുകളും എന്നിട്ടും ആലോചിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന പരീക്ഷണ ഘട്ടങ്ങളിലൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സിന് സമാധാനമാണ്. എത്ര വലിയ പരീക്ഷണങ്ങളാണെങ്കിലും ഒരു വിശ്വാസിക്ക് സമാധാനമുണ്ടാവും. നമുക്കറിയാം, പല നിലക്കും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ഈ ഒരു പരീക്ഷണത്തിൽ. ശാരീരികമായി രോഗം ബാധിച്ച് ചിലപ്പോ ഉമ്മയോ ഉപ്പയോ സഹോദരങ്ങളൊക്കെ മരണപ്പെട്ടു പോയ ആളുകൾ വരെ ഉണ്ടാകും. അതേപോലെ തന്നെ ഈ ഒരു രോഗം കാരണത്താൽ പല ആളുകളും ജോലി നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ സാമ്പത്തികമായി വിഷമിക്കുന്ന, ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകളുണ്ട്. ഇങ്ങനെയെല്ലാം ഉണ്ടെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സിന് സമാധാനമേകുന്ന കാര്യങ്ങളായി പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ദിക്റുല്ലാഹ്, അല്ലാഹുവെ കുറിച്ചുള്ള സ്മരണ. അത് തന്റെ പ്രവൃത്തി കൊണ്ടായാലും വാക്കുകൾ കൊണ്ടായാലും എല്ലാ നിലക്കും അല്ലാഹുവിനോട് അടുക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു അല്ലാഹുവിൽ തവക്കുലാക്കുക. വേണ്ട കാരണങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുലാക്കുക. മൂന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞ വലിയൊരു കാര്യം തന്നെയാണ് അല്ലാഹുവിന്റെ ഖദറിലുള്ളൊരു വിശ്വാസം. ആ വിശ്വാസം യഥാർത്ഥ നിലക്കുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു പ്രയാസം, അവനൊരു സമാധാനമില്ലാത്തൊരവസ്ഥ അവനുണ്ടാവുകയില്ല. കാരണം ഖദറിനെ സംബന്ധിച്ച് പഠിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സിലാകും, വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും
അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച, അല്ലാഹു ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ അല്ലാഹു വിധിച്ച ഒരു കാര്യം അതാണ് സംഭവിച്ചിട്ടുള്ളത്. അതിൽ നാം ക്ഷമിക്കണം. അതുകൊണ്ട് എനിക്ക് വലിയ ഖൈറാണ് ഉണ്ടാവുക എന്നവൻ മനസ്സിലാക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു ആയത്ത്, സൂറത്തുൽ ഹദീദിൽ 22-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ അസാബ മിൻ മുസീബ ഫിൽ അർദ് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഭൂമിയിൽ ഒരു മുസീബത്ത്, ഒരു ആപത്ത് ഉണ്ടാകുന്നില്ല. അതേപോലെ വലാ ഫീ അൻഫുസികും, നിങ്ങളുടെ നഫ്സുകളിലും ആപത്തുകൾ ഉണ്ടാകുന്നില്ല. ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, അത് ഉണ്ടാകുന്നതിന്, സൃഷ്ടിക്കുന്നതിന് മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂസിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ അൻ നബ്റഅഹാ എന്ന് പറഞ്ഞാൽ ആഹാ, അത് ഉണ്ടാക്കുന്നതിന് മുമ്പേ എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ ആ ദമീർ മടങ്ങുന്നത് എങ്ങോട്ടാണ് എന്ന് വ്യത്യസ്ത രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും എല്ലാം ഒന്ന് തന്നെയാണ്, വ്യത്യാസമില്ല. അഥവാ മുസീബത്ത് സൃഷ്ടിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ അൻഫുസുകളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്നൊക്കെ പറഞ്ഞവരുണ്ട്. എല്ലാം ഒന്ന് തന്നെയാണ്. ഇബ്നു കസീർ റഹ്മഹുല്ലാ ഏറ്റവും നന്നായി അഹ്സനായി പറഞ്ഞത്, സൃഷ്ടികളെ, ഖലീഖത്തുകളെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, തീർച്ചയായും അത് അല്ലാഹുവിന്റെ മേൽ എളുപ്പമുള്ള കാര്യമാണ്. അപ്പോ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രയാസം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പേ വിധിച്ചു വെച്ച കാര്യമാണ്. ഇതിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹ്മഹുല്ലാ ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്ക് അവിടെ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൈസ അഹദുൻ ഇല്ലാ വഹുവ യഫ്റഹു വയഹ്സൻ, ഒരാളും തന്നെ ഇല്ല, എല്ലാവരും സന്തോഷിക്കുന്നുമുണ്ട്, ദുഃഖവും അവനുണ്ടാകുന്നുണ്ട്. എന്നിട്ട് ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലാകിൻ ജഅലുൽ ഫറഹ ശുക്ര, പക്ഷെ നിങ്ങൾ ആ സന്തോഷത്തെ ശുക്റാക്കി, നന്ദിയാക്കി നിങ്ങൾ തീർക്കണം. വൽ ഹുസ്ന സബ്റ, ദുഃഖമുണ്ടാകുമ്പോ, പ്രയാസമുണ്ടാകുമ്പോ അതിനെ നിങ്ങൾ ക്ഷമയുള്ളതാക്കി തീർക്കണം. അങ്ങനെ ഒരു വിശ്വാസിയാക്കി തീർത്താൽ അവനെ സംബന്ധിച്ചിടത്തോളം ഏതൊരവസ്ഥയിലും അവന് സമാധാനമാണ്. അല്ലാമ അസ്സഅദി റഹ്മഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം പറയുന്നു, വഹാദാ ശാമിലുൻ ലിഉമൂമിൽ മസായിബ്, ഈ ആയത്ത് എല്ലാ മുസീബത്തുകളെയും ഉൾക്കൊള്ളുന്നുണ്ട്. എങ്ങനത്തെ മുസീബത്തുകളാ? അല്ലത്തി തുസീബുൽ ഖൽഖ, സൃഷ്ടികളെ ബാധിക്കുന്ന എല്ലാ മുസീബത്തുകളെയും ഉൾക്കൊള്ളുന്നുണ്ട്. എന്താണത്? മിൻ ഖൈരിൻ വശർ, ഖൈറിനെയും ഷർറിനെയും ഒക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. ഫകുല്ലുഹാ ഖദ് കുതിബത് ഫിൽ ലൗഹിൽ മഹ്ഫൂസ്, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂസിൽ രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങളാണ്. സഗീറുഹാ വ കബീറുഹാ, അത് ചെറിയൊരു കാര്യമായാലും ശരി, വലിയൊരു കാര്യമായാലും ശരി, എല്ലാം അല്ലാഹു രേഖപ്പെടുത്തി വെച്ചതാണ്. വഹാദാ അംറുൻ അസീം, ഒരു വലിയ വമ്പിച്ച മഹത്തായ ഒരു കാര്യം തന്നെയാണ്. ലാ തുഹീതു ബിഹി അൽഖൂൽ, ഒരു ബുദ്ധിക്കും അതിനെ വലയം ചെയ്യാൻ സാധിക്കുകയില്ല. ബൽ തസ്ഹലു ഇൻദഹു അഫ്ഇദതു ഉലിൽ അൽബാബ്, മറിച്ച് ബുദ്ധിയുള്ളവരുടെ ഹൃദയങ്ങളൊക്കെ അതിന്റെ അടുക്കൽ അശ്രദ്ധമായി പോകും, അത്രക്കും വിശാലമാണ്. പക്ഷെ വലാകിന്നഹു അലല്ലാഹി യസീർ, അല്ലാഹുവിന്റെ അടുക്കൽ ഈ കാര്യങ്ങളെല്ലാം, ലോകത്തുണ്ടാവുന്ന എല്ലാ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല രേഖപ്പെടുത്തി വെച്ചു. അല്ലാഹുവിനത് എളുപ്പമുള്ള കാര്യമാണ്. എന്നിട്ട് വഅഖ്ബറല്ലാഹു ഇബാദഹു ബിദാലിക്, ഈ കാര്യം കൊണ്ട് നമ്മളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല അറിയിച്ചത് എന്തിനു വേണ്ടിയാണ്? ഇതൊക്കെ എത്രയോ മുമ്പ്, ഭൂമിയെ സൃഷ്ടിക്കുന്ന ആകാശ സൃഷ്ടിപ്പിന് മുമ്പേ അല്ലാഹു സുബ്ഹാനഹു തആല രേഖപ്പെടുത്തി വെച്ച കാര്യമാണ് എന്ന് നമ്മെ അല്ലാഹു അറിയിച്ചു തരുന്നത് എന്തിനു വേണ്ടിയാ? ലിഅജ്ലി അൻ തഖററ ഹാദിഹിൽ ഖാഇദതു ഇൻദഹും, നമ്മുടെ അടുക്കൽ ഇങ്ങനെ ഒരു ഖായിദ, ഈ ഒരു തത്വം നമ്മൾ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് എന്ത് ബാധിച്ചാലും അവിടെ നമുക്ക് സബ്ർ കൈക്കൊള്ളാൻ സാധിക്കും. അതിനാൽ അദ്ദേഹം പറയാ, വയബ്നു അലൈഹ മാ അസാബഹു, ഈ ഒരു ഖായിദ, ഈ ഒരു തത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഖദറാക്കിയതാണ്. അപ്പൊ അതിന്റെ മേൽ മാ അസാബഹു, അവർക്ക് ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അതിന്റെ മേൽ പടുത്തുയർത്തുക, അതനുസരിച്ചാണ് എന്ന് അവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതെന്താണത്? മിനൽ ഖൈരി വശർ,
ഖൈറുകളും ഷർറുകളും. അപ്പൊ ഈ ഒരു നിലക്ക് ഒരു മുസ്ലിം മുന്നോട്ട് പോയാൽ എത്ര വലിയ പ്രയാസമായാലും അവന് മനസ്സിന് സമാധാനമാണ്. കാരണം അള്ളാഹു വിധിച്ചതാണ്. അത് സബർ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അതുകൊണ്ട് കിട്ടുന്നത് വലിയൊരു ഗുണമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. സൂറത്തു തഗാബുനിൽ 11-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ അസാബ മിൻ മുസീബ ഇല്ലാ ബിഇസ്നില്ലാഹ്. ഒരു മുസീബത്തുകളും ഇവിടെ സംഭവിക്കുന്നില്ല, എല്ലാം അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ട്, അള്ളാഹുവിന്റെ ഖദറും അള്ളാഹുവിന്റെ മശീഅത്ത് ഉദ്ദേശവും അനുസരിച്ചാണ് എല്ലാം ഇവിടെ സംഭവിക്കുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യുഅ്മിൻ ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിച്ചാൽ യഹ്ദി ഖൽബഹ്, അള്ളാഹു അവന്റെ ഹൃദയത്തിന് സന്മാർഗം കാണിച്ചു കൊടുക്കും. അത് വലിയൊരു സൗഭാഗ്യമാണ്. ഏതൊരവസരത്തിലും ഹക്കിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മനസ്സ് പതറാതെ ഉറച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം, അല്ലാഹു യഹ്ദി ഖൽബഹ്. അദ്ദേഹം ഒരു ഖിറാഅത്ത് അനുസരിച്ച് അതിന്റെ തഫ്സീർ അദ്ദേഹം പറഞ്ഞു, അയസ്കുനു വയത്മഇന്നു ഖൽബുഹു. അഥവാ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് മൂലം, യഥാർത്ഥ നിലയ്ക്ക് വിശ്വസിക്കുന്നത് കൊണ്ട് അവന്റെ ഹൃദയത്തിന് സമാധാനം, ഒരു ശാന്തി അവന് ലഭിക്കും. എന്തിനു വേണ്ടി? ലിഖദാഇല്ലാഹി വഹികമിഹി, അല്ലാഹുവിന്റെ ഹിക്മത്തുകൾക്കും അല്ലാഹുവിന്റെ ഖദറിനും അതനുസരിച്ച് അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ നല്ല ഹൃദയത്തിന് അവനൊരു ശാന്തതയും ഒരു സമാധാനവും ലഭിക്കുമെന്നാണ്. അതാണ് നമുക്ക് വേണ്ടത്. ഇത്ര വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്തും അതാണ് നമുക്ക് വേണ്ടത്. ആ ഒരു കഴിവ് നമുക്ക് ഉണ്ടാവണം. അങ്ങനെയെങ്കിൽ ഏതൊരവസരത്തിലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് സമാധാനമാണ്. അപ്പൊ ഖദറിലെ വിശ്വാസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. പല ആളുകളും അതിനെ നിഷേധിക്കുന്നവരുണ്ട്. ഒരു ഹദീസിൽ ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലൗ അൻഫഖത മിസ്ല ഉഹുദിൻ ദഹബ, ഉഹുദ് മലയോളം സ്വർണം നീ ചെലവഴിച്ചാലും, ഫി സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നീ ചെലവഴിച്ചാലും, മാ ഖബിലഹു അല്ലാഹു മിൻക, നിന്നിൽ നിന്ന് അല്ലാഹു അത് സ്വീകരിക്കുകയില്ല. ഏതുവരെ? ഹത്താ തുഅ്മിന ബിൽ ഖദർ, ഖദറിൽ നീ വിശ്വസിക്കുന്നത് വരെ. മാത്രമല്ല വതഅലമ അന്ന മാ അസ്വാബക ലം യകുൻ ലിയുഖ്തിഅക, എത്രത്തോളം നിനക്ക് അല്ലാഹു ഒരു കാര്യം ഏൽക്കണം, ബാധിക്കണം എന്നുണ്ടാവണമെന്ന് അല്ലാഹു വിധിച്ചാൽ ലം യകുൻ ലിയുഖ്തിഅക, അതൊരിക്കലും നിന്നിൽ നിന്ന് തെറ്റിപ്പോകുകയില്ല, മറ്റുള്ളവരിലേക്ക് നിന്നിൽ സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് നീ അറിയുന്നത് വരെ. വമാ അഖ്തഅക, ഇനി നിനക്കൊരു കാര്യം സംഭവിക്കരുത് എന്ന് അല്ലാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ ലം യകുൻ ലിയുസീബക, അതൊരിക്കലും നിനക്ക് സംഭവിക്കുകയുമില്ല. ഈ ഒരു വിശ്വാസം എല്ലാവർക്കും നിർബന്ധമാണ്. നമുക്ക് എന്ത് പ്രയാസമുണ്ടായാലും അല്ലാഹു വിധിച്ചതാണ്, എന്ത് അനുഗ്രഹം ഉണ്ടായാലും എല്ലാം അല്ലാഹുവിന്റെ ഖദർ അനുസരിച്ചാണ് എന്ന വിശ്വാസം ഉണ്ടാകണം. അല്ലാതെ നമ്മൾ എത്ര അമൽ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലൗ മുത്ത അലാ ഗൈരി ഹാദാ, മറ്റതിൽ വലൗ മിത്ത, രണ്ടുമുണ്ട്, രണ്ടും ശരിയാണ്. വലൗ മുത്ത അലാ ഗൈരി ഹാദാ, ഈ വിശ്വാസം ഇല്ലാതെ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ ലദഖൽതൻ നാർ, അപ്പോ ഈ വിശ്വാസമില്ലാതെ നീ മരണപ്പെടുകയാണെങ്കിൽ ലദഖൽതൻ നാർ, നീ നരകത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, എന്തൊരു പ്രയാസമുണ്ടായാലും എന്തൊരു പ്രശ്നമുണ്ടായാലും നമ്മൾ അള്ളാഹുവെ കുറിച്ചുള്ള ഓർമ്മകളും സബബുകൾ സ്വീകരിച്ച് അള്ളാഹുവിൽ തവക്കുലാക്കലും അള്ളാഹുവിന്റെ ഖദാ ഖദറിനെ കുറിച്ച് ശരിക്കും പഠിക്കലും മനസ്സിലാക്കലും അത് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമുക്കൊരു സമാധാനം നൽകുന്ന കാര്യമാണ്, നമ്മുടെ ഹൃദയത്തിന് സമാധാനം നൽകുന്ന കാര്യമാണ്. അല്ലാതെ നമ്മൾ സങ്കടപ്പെട്ട് ഇളകിമറിഞ്ഞ് വേണ്ടാത്ത പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ വേണ്ടാത്ത വാക്കുകളും ഒന്നും ഒരു സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങാൻ പാടില്ല. നമ്മൾ ആലോചിച്ചു നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പല ആയത്തുകളിലൂടെയും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആളുകൾ ചിന്തിക്കുന്നില്ല. ഇത്ര വലിയ പ്രയാസമുണ്ടായിട്ടും, ഇത്ര ധാരാളക്കണക്കിന് ആൾ ദൈവങ്ങൾ ഉണ്ടായിട്ടും, ലോകത്ത് അഹങ്കരിച്ച് നടക്കുന്ന വലിയ സമ്പന്നന്മാരുണ്ടെങ്കിലും, ലോകത്ത് എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് കൂടിയിട്ടും ഈ ഒരു വൈറസിനെ തടുക്കാൻ അതിന്റെ മുമ്പിൽ അവർ കീഴടങ്ങിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചോദിച്ച ചില ചോദ്യങ്ങൾ എത്ര ഹക്കാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂറത്തുൽ അഹ്സാബിൽ 17-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു,
ഖുൽ മൻ ദല്ലദീ യഅസിമുകും മിനല്ലാഹ്, ഖുൽ പറയുക, ആരാണ് നിങ്ങളെ തടയാനുള്ളത്, നിങ്ങൾക്ക് ഒരു അഭയം തരാനുള്ളത്, മിനല്ലാഹ് അല്ലാഹുവിനെ കൂടാതെ, ഇൻ അറാദ ബിക്കും സൂഅ ഔ അറാദ ബിക്കും റഹ്മ, അല്ലാഹു നിങ്ങൾക്ക് വല്ല റഹ്മത്തും ഉദ്ദേശിച്ചു, അല്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് വല്ല ദോഷവും ഉദ്ദേശിച്ചു, അല്ലാഹുവിന് പുറമെ അതിനൊന്ന് നിങ്ങൾക്ക് വേണ്ടി തടുക്കാൻ, അല്ല നിങ്ങൾക്കൊന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ ആരാണുള്ളത്? അല്ലാഹുവിന്റെ ചോദ്യം എത്ര കറക്റ്റാണ് ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എല്ലാവരും നിസ്സഹരായി നിൽക്കുന്ന ഒരവസ്ഥ, അല്ലാഹുവിന്റെ ചോദ്യത്തിന്റെ മുന്നിൽ പതറുന്ന അവസ്ഥ, അല്ലാഹുവെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ എത്ര ആളുകളുണ്ട് ഇന്ന്? മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഖുൽ നബിയെ പറയുക, അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളക്കണക്കിന് പല സൈസ് വിഗ്രഹങ്ങളും ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുക, ചിന്തിച്ചു നോക്കുക. ഇൻ അറാദനി അല്ലാഹ്, നബിയോട് പറയാൻ വേണ്ടി പറയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഉദ്ദേശിക്കുകയാണെങ്കിൽ, ബിദുർരിൻ, വല്ല ബുദ്ധിമുട്ടും, ഒരു ചെറിയ ബുദ്ധിമുട്ടെങ്ങാനും അല്ലാഹു എനിക്ക് ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഹൽ ഹുന്ന കാശിഫാതു ദുർരി, ഈ ലോകത്തുള്ള അല്ലാഹുവിനെ പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരാൾക്ക് അതിനൊന്നു തടയാൻ സാധിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. ഔ അറാദനി ബിറഹ്മ, അല്ലല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കൊരു റഹ്മത്ത് ഉദ്ദേശിച്ചാൽ, ഹൽ ഹുന്ന മുംസികാതു റഹ്മതി, ആ റഹ്മത്തിനെ പിടിച്ചു വെക്കാൻ ആർക്കെങ്കിലും കഴിയോ? ഒരിക്കലുമില്ല. ഖുൽ, അതുകൊണ്ട് പറയുക, ഹസ്ബി അല്ലാഹു, എനിക്ക് അല്ലാഹു മതി, അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, അല്ലാഹുവിന്റെ മേലാണ് ബലമേൽപ്പിക്കുന്ന ആളുകളൊക്കെ ബലമേൽപ്പിക്കുന്നത്. ഈ ഒരു ദൃഢവിശ്വാസം നമുക്കുണ്ടെങ്കിൽ സഹോദരന്മാരെ, ഒരിക്കലും ഏതൊരവസ്ഥയിലും നമ്മുടെ മനസ്സിനെ നമുക്ക് ഉറപ്പിച്ചു നിർത്താൻ സാധിക്കും. ആ ഒരു രീതിയിൽ എന്ന് മരിക്കുന്നത് വരെ നമുക്ക് നിലനിൽക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു, അമ്മാ ബഅദു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മനസ്സിന് സമാധാനം തരുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. പല ആളുകളും ഈ ഒരു വിശ്വാസമില്ലാത്ത കാരണത്താൽ അതിരുകവിഞ്ഞ സങ്കടങ്ങളും പല കാര്യങ്ങളും നടത്താറുണ്ട്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാവരുതെന്ന് നമ്മൾ സൂചിപ്പിച്ചു. നമ്മൾ യഥാർത്ഥ നിലയ്ക്ക് അള്ളാഹുവോട് ദുആ ചെയ്ത് അള്ളാഹുവിൽ തവക്കുലാക്കി ഖദാ ഖദറിൽ വിശ്വാസമുള്ളവരായി നല്ല ഈമാനുള്ളവരായി നിലകൊണ്ടാൽ നമ്മുടെ ഹൃദയത്തിന് അള്ളാഹു സക്കീനത്ത് ഇറക്കിത്തരും. അത് ഖുർആനിൽ അള്ളാഹു പറഞ്ഞ കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവല്ലദീ അൻസല സക്കീന ഫീ ഖുലൂബിന്നാസ്, ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് സക്കീനത്ത്, സമാധാനം ഇറക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്താണ് ഈ സക്കീനത്ത് കൊണ്ടുള്ള ഉദ്ദേശം? മുഫസ്സിറുകൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വലിയൊരു അനുഗ്രഹം തന്നെയാണ് നമുക്കൊക്കെ ലഭിക്കുന്നത്. അല്ലാമ സഅദി റഹ്മഹുല്ലാഹ് അതിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം, നമുക്ക് അള്ളാഹു ഹൃദയത്തിലേക്ക് സക്കീനത്ത് ഇറക്കി തരുമെന്ന് പറഞ്ഞാൽ വഹിയ സുകൂനു വത്തുമഅ്നീന, സമാധാനവും ശാന്തതയുമാണ്. അതേപോലെ തന്നെ വസ്സബാതു ഇൻദ നുസൂലിൽ മിഹനിൽ മുഖൽഖിൽ, അസ്വസ്ഥതയുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന ആപത്തുകളും പരീക്ഷണങ്ങളും ഇറങ്ങുന്ന സമയത്ത് ഉറച്ചു നിൽക്കാൻ ഉള്ളൊരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതൊക്കെ വലിയൊരു അനുഗ്രഹമാണ്. ഇങ്ങനെയുള്ള പ്രയാസഘട്ടങ്ങളിൽ പതറാതെ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് സബാത്ത് അല്ലാഹു തരും. അതേപോലെ തന്നെ വൽ ഉമൂരി സഅബത്തില്ലത്തി തുശവ്വിഷുൽ ഖുലൂബ, ഹൃദയത്തെ കുഴപ്പത്തിലാക്കുന്നതായ പ്രയാസകരമായ കാര്യങ്ങൾ ഇറങ്ങുമ്പോഴും അല്ലാഹു സബാത്ത്, ഉറച്ചു നിൽക്കാനുള്ള സ്ഥൈര്യം അല്ലാഹു നൽകും. വതുസ്ഇജുൽ അൽബാബ, ബുദ്ധികളെ അസ്വസ്ഥമാക്കുന്നതായ, വതുദ്ഇഫുൻ നുഫൂസ, നഫ്സുകളെ ദുർബലപ്പെടുത്തുന്ന, മനസ്സിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന, ഹൃദയങ്ങളിൽ പ്രശ്നം സൃഷ്ടിക്കുന്നതായ എന്ത് പ്രയാസങ്ങൾ ഇറങ്ങുകയാണെങ്കിലും അവിടെയൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ഒരു സ്ഥൈര്യം, ഒരു സബാത്ത് അല്ലാഹു നമുക്ക് നൽകുമെന്നാണ്. അത് വലിയൊരു അനുഗ്രഹമാണ്.
എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫമിൻ നിഅമത്തില്ലാഹി അലാ അബ്ദി, അല്ലാഹുവിന്റെ നിഅമത്തുകളിൽ നിന്നും ഒരു അബ്ദിന് നൽകിയ, ഒരു അടിമക്ക് നൽകിയതിൽ പെട്ടതാണ് ഫി ഹാദിഹിൽ ഹാൽ, ഈ അവസ്ഥയിൽ, പ്രയാസമുള്ള അവസ്ഥകളിൽ അയ്യുസ്ബിതഹു, അവൻ ഉറപ്പിച്ചു നിർത്തും, ഹക്കിൽ അല്ലാഹു ഉറപ്പിച്ചു നിർത്തും. വയർബിത അലാ ഖൽബി, അതേപോലെ തന്നെ അവന്റെ ഹൃദയത്തിന് അല്ലാഹു ക്ഷമ നൽകും. വയുൻസില അലൈഹി സകീന, അവനിൽ അല്ലാഹു ഒരു സമാധാനം, ശാന്തി ഇറക്കി കൊടുക്കും. എന്തിനു വേണ്ടി അല്ലാഹു ഇത് ചെയ്തു കൊടുക്കുന്നത്? ലിയതലഖാ ഹാദിഹിൽ മശഖാതി ബിഖൽബിൻ സാബിത്തിൻ വനഫ്സിൻ മുത്മഇന്ന, സമാധാനമുള്ള നഫ്സോടുകൂടി, സാബിത്തായ നല്ല സ്ഥിരപ്പെട്ട ഖൽബോടുകൂടി എല്ലാ പ്രയാസങ്ങളെയും സ്വീകരിക്കാൻ, തരണം ചെയ്യാൻ വേണ്ടി അല്ലാഹു അവന് ഒരു സബാത്തും ഒരു സക്കീനത്തും തുമഅനീന, ശാന്തതയും സമാധാനവും സ്ഥിരതയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ്. അങ്ങനെ നൽകിയാൽ അത് കാരണമായി ഫയസ്തഇദ്ദു ബിദാലിക, ആ കാരണം കൊണ്ട് അവന് തയ്യാറാക്കാൻ സാധിക്കും ലിഖാമത്തി അംരില്ലാ, അല്ലാഹുവിന്റെ എല്ലാ കൽപ്പനകളും അവന് നിർവഹിക്കാൻ സാധിക്കും. ഫി ഹാദിഹിൽ ഹാൽ, എത്ര എത്ര ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലായാലും ക്ഷമിച്ച് അല്ലാഹു കൽപ്പിച്ച അല്ലാഹുവുള്ള കർമ്മങ്ങളെല്ലാം നിർവഹിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു സ്ഥിരത അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുമെന്നാണ്. അപ്പൊ സഹോദരന്മാരെ, ഇതൊക്കെ നമ്മൾ ഈ ഒരു പ്രയാസഘട്ടത്തിൽ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നമുക്കറിയാം, ധാരാളക്കണക്കിന് വിഷമിക്കുന്ന, വളരെയധികം ബുദ്ധിമുട്ടുന്ന, മാനസികമായും ശാരീരികമായും ഒക്കെ ആളുകൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ ഈ പറഞ്ഞ രീതിയിലുള്ള ആയത്തുകളും തഫ്സീറുകളും നമ്മൾ മനസ്സിലാക്കിയ നമുക്കതൊരു സബാത്ത്, നമുക്കൊരു സമാധാനം, ശാന്തത, സ്ഥിരത ഇതൊക്കെ നമുക്ക് ലഭിക്കും. നമുക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഇമാം ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ എല്ലാ ഹുസ്നുകളെയും നമ്മൾ സബറാക്കി തീർക്കണം, എല്ലാ സന്തോഷങ്ങളെയും ശുക്റാക്കി തീർക്കുക. ഈ നിലക്ക് നമ്മൾ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ധാരാളക്കണക്കിന് ആളുകൾ ബുദ്ധിമുട്ടുന്ന ഈ ഒരു പരീക്ഷണത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തുറവി നൽകുമാറാകട്ടെ. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وآله وصحبه وسلم.